ചാർലി കിർക്ക്, ട്രംപിന്റെ ഫാൻ ബോയ്, ട്രംപിനെ ആരാധ്യ പുരുഷനായി കാണുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം ഇന്നലെ കൊല്ലപ്പെട്ടു. ഒരു എന്താ പറയുക, ഗൺ ഷോട്ടിലാണ്, വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ഇതാരാണ് ചെയ്തതെന്നുള്ളത് വ്യക്തമായിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ ഈ ട്രംപിൻ്റെ നേർക്ക് തന്നെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ട്രംപ് കൊന്നൂന്നല്ല, ട്രംപ് ഭരണത്തിന് 2ാം ടേമിൽ വന്നതിന് ശേഷമാണ് ഈ അവിടെ ഉണ്ടായിരുന്ന ഗൺ റൈറ്റ്സ്, തോക്കിൻ്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട്. അവിടെ നമുക്ക് ഇവിടെ അറിയാമല്ലോ, ഇവിടെ നമുക്ക് ഗണ്ണെന്ന് പറയുന്നത് അതുപോലെ നേതാക്കന്മാരുടെ കയ്യിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഗുണ്ടകളുടെ കയ്യിലാണെങ്കിൽ അവിടെ ഒരു സാധാരണക്കാരന്, ഇവിടെയും അങ്ങനെ ഓൺ ചെയ്യുന്നവരുണ്ട്, പക്ഷേ ലൈസൻസ് കിട്ടാൻ പാടാണ്. അവിടെ അങ്ങനെയല്ല, ഒരു സാധാരണക്കാരന് വളരെ എളുപ്പത്തിൽ ഗണ്ണിന് ആക്സസ് ഉണ്ട്. അപ്പോൾ അതിനുള്ള റൈറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പല നിയന്ത്രണങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഈ ട്രംപിൻ്റെ 2ാം ഭരണകാലത്തിലാണ് ഈ നിയന്ത്രണങ്ങളൊക്കെ മാറ്റി അത് കുറച്ചും കൂടി വിപുലീകരിച്ചു. അതായത് ഒരു തോക്ക് കിട്ടുന്നത് വളരെ എളുപ്പമുള്ളൊരു പ്രക്രിയയാക്കി മാറ്റും. അപ്പോൾ അതിൻ്റെ അനന്തരഫലമായിട്ടാണ് ട്രംപിന് തന്നെ ഇപ്പോൾ ട്രംപിൻ്റെ നെഞ്ചത്ത് ഏറ്റ ഒരു വെടി തന്നെ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഈ ട്രംപ് അധികാരത്തിലേറിയത് കഴിഞ്ഞ ജനുവരിയിലാണ്. ഇപ്പോൾ ഏതാണ്ട് 9-10 മാസം ആകുന്നു കഷ്ടിച്ച്. ഇതിനിടയിൽ അമേരിക്കയിലുണ്ടായ ചെറുതും വലുതുമായ എന്നാൽ ഗൗരവ സ്വഭാവമുള്ള പല തീവ്രവാദ സ്വഭാവം വരെയുള്ള അക്രമ സംഭവങ്ങളാണ്. ചെറിയ ലിസ്റ്റ് ഞാൻ വായിക്കാം. ഒന്ന്, മിനോസോട്ട എന്ന് പറയുന്ന സ്റ്റേറ്റിലെ അവിടുത്തെ നമ്മുടെ ഈ ജനപ്രതിനിധി എന്ന് പറയുന്നത് അവിടുത്തെ MLA എന്നോ അവിടുത്തെ സ്റ്റേറ്റ് ഭരണകൂടം ഉണ്ടല്ലോ, അയാളും അയാളുടെ ഭാര്യയും കൊല്ലപ്പെടുന്നു. അത് കഴിഞ്ഞ ജൂണിലാണ്. പിന്നീട് ഏപ്രിലിൽ കൊളറാഡോ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ നമ്മുടെ ജൂതന്മാരുടെ ഒരു ജാഥ നടന്നു. അതിലേക്ക് നമ്മുടെ പെട്രോൾ ബോംബെറിഞ്ഞു. 6-7 പേർക്ക് അതിതീവ്രമായ പൊള്ളലേറ്റു. അവിടെ തന്നെ പെൻസിൽവാനിയയിലെ ഗവർണറുടെ വീടിന് തീ വെച്ചു. പിന്നെ കഴിഞ്ഞ വർഷം ട്രംപിനെതിരെ പോലും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ വെടിവെപ്പ് ഉണ്ടായി. പക്ഷെ അദ്ദേഹം ഭാഗ്യത്തിന് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. 2 ജൂത ദമ്പതികളെ അവർ വിവാഹം കഴിക്കാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ ഈ നമ്മുടെ ഇസ്രയേൽ എംബസിക്ക് അടുത്ത് വെച്ച് വെടിവെച്ച് കൊന്നു. അപ്പോൾ ഇതൊക്കെ ഈ കഴിഞ്ഞ കാലയളവിലുണ്ടായ സംഭവങ്ങളുടെ ഒരു ലിസ്റ്റാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നടന്നേക്കുന്നത്. ചാർലി കിർക്ക് 31 വയസ്സ് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്. അദ്ദേഹം 18ാമത് വയസ്സിൽ ഒരു സന്നദ്ധ സംഘടന തുടങ്ങിക്കൊണ്ടാണ് ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നത്. ആ സന്നദ്ധ സംഘടനയുടെ പേര് ടേണിംഗ് പോയിന്റ് USA, ഒരു യൂത്ത് ഓർഗനൈസേഷനാണ്, യുവാക്കളുടെ ഒരു സംഘം. അപ്പോൾ ഇയാൾ ഈ പൊതുവേദികളിലൊക്കെ പ്രസംഗിച്ച് ഇയാളൊരു യാഥാസ്ഥിതികവാദി കൂടിയാണ്. ട്രംപും അതേപോലെ തന്നെ കടുത്ത ദേശീയവാദിയും. പ്രേക്ഷകരുടെ ഒരു അറിവിന് വേണ്ടി പറയുന്നത് തീവ്ര വലതുപക്ഷവും അല്ലെങ്കിൽ ഒരു മിത ഇടതുപക്ഷമാണ് അമേരിക്കയിലുള്ളത്. അപ്പോൾ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി അപ്പൊ തീവ്ര വലതുപക്ഷക്കാരനായിരുന്നു ഈ ചെറുപ്പക്കാരൻ അല്ലേ. തീവ്ര വലതുപക്ഷം എന്ന് പറഞ്ഞാൽ കടുത്ത അമേരിക്കൻ വാദി, അമേരിക്കൻ ദേശീയതയെക്കുറിച്ച്, അതായത് വംശീയതയൊക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ കടുത്ത തീതുപ്പുന്ന പ്രഭാഷണമൊക്കെ നടത്തി ആളെ കൂട്ടി അങ്ങനെ വലിയ ജനസ്വാധീനം ഉണ്ടാക്കിയ ആളാണ്. ഈ അമേരിക്ക നമുക്കറിയാം ഈ വംശീയ വെറിയുടെ കേദാരമാണ് അമേരിക്ക. അപ്പോൾ അത്തരത്തിൽ വംശീയ വെറി ഉണ്ടാകുന്ന തരത്തിൽ പ്രഭാഷണങ്ങളൊക്കെ നടത്തി ആളെ കൂട്ടി. ട്രംപിന് അത് ഇത്തരക്കാരെ വലിയ സ്വീകാര്യതയുള്ള ഒരാളും കൂടിയാണ്. അങ്ങനെ 2016 ട്രംപിന്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നും പറഞ്ഞുകൊണ്ടാണല്ലോ ട്രംപ് തുടങ്ങി വെച്ചത്. അപ്പൊ അത്തരത്തിൽ ട്രംപിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ 2016 കൂടിയ ആളാണ് ഈ ചാർലി കിർക്ക്. കൃത്യം പറഞ്ഞാൽ ട്രംപിന്റെ മകൻ ട്രംപ് ജൂനിയർ, അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിരുന്നു ഇയാൾ. പിന്നീട് കഴിഞ്ഞ ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ വലിയ രീതിയിൽ പങ്കെടുത്ത് വലിയ രീതിയിൽ ഈ എന്താ പറയുക, നമ്മുടെ തീപ്പൊരി പ്രസംഗം എന്നൊക്കെ പറയുമല്ലോ, അത്തരത്തിലുള്ള പ്രസംഗം നടത്തി വലിയ ജനസ്വാധീനം ഉണ്ടാക്കിയ ആളാണ് ഈ ചാർലി കിർക്ക്. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഉട്ട എന്ന് പറയുന്ന സ്ഥലത്തെ ഉട്ട വാലി യൂണിവേഴ്സിറ്റി, അവിടെ ഒരു പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുക്കാൻ ചെന്നതാണ്. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ദ അമേരിക്കൻ കം ബാക്ക് ആൻഡ് പ്രൂവ് മീ റോങ്. അമേരിക്ക തിരിച്ചു വരുന്നു, അതിൽ തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നെ വാദിച്ച് തെളിയിക്കൂ, എൻ്റെ വാദം തെറ്റാണെങ്കിൽ അത് തെളിയിക്കൂ എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ വെല്ലുവിളി. ഈ ട്രംപ് കഴിഞ്ഞ തവണ അധികാരത്തിൽ വന്നത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇതും അതിനോട് സമാനമായ ഒരു സ്വഭാവമുള്ള ഒരു പ്രഭാഷണ എന്താ പറയുക തലക്കെട്ടാണ് ഇതിലും കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഇയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുക, അതിന് മറുപടി പറയുക, ആ രീതിയിലാണ് കാര്യങ്ങൾ പോയത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സദസ്സിലുണ്ടായിരുന്ന ഒരാൾ ചോദിച്ചു, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട എത്ര പേർ ഈ മാസ് ഷൂട്ടേഴ്സ് ആയിട്ടുണ്ട്? ഈ അമേരിക്കയിൽ മാസ് ഷൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു വൈരാഗ്യവും ഇല്ലാതെ ഒരു ആൾക്കൂട്ടത്തിന് നേരെ വെടിയുതിർക്കുന്ന പരിപാടി അത് അമേരിക്കയിൽ സർവ്വസാധാരണമായി നടക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള വെടിവെപ്പുകാരായിട്ട് എത്ര പേര് വന്നിട്ടുണ്ട്? അപ്പോൾ ഇയാൾ മറുപടി കൊടുത്തു, ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഈ ട്രാൻസ്ജെൻഡർമാർ ഇത്തരത്തിലായവരുടെ എണ്ണമുണ്ടോ? അപ്പോൾ ഇയാൾ പറയുന്നത് അങ്ങനെ എണ്ണിയിട്ടില്ല, എണ്ണിയാൽ ഒരുപാടുണ്ടാകും എന്ന് മറുപടി പറഞ്ഞു.
തൊട്ടു പിന്നാലെ ഇയാൾക്ക് നേരെ വെടിയുതിർക്കുന്നു. അതായത് ഈ ചോദ്യം ചോദിക്കുന്ന ആള് തന്നെയാണ് ഇത് ആരാണ് ഇത് ഈ വെടിവെച്ച ആള് പിടിയിലായിട്ടുണ്ടെന്ന് മാത്രമാണ് ഇതുവരെ വിവരം പുറത്തു വിട്ടേക്കുന്നത്. ഈ ചോദിച്ച ആൾ തന്നെയാണോ? ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യത്തിന് ശേഷം വെടിയുതിർത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ ട്രാൻസ്ജെൻഡർ വിഭാഗവുമായിട്ട് അനുഭവമുള്ളയാളോ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളോ ആകാനുള്ള സാധ്യത ചോദിച്ച ആൾക്കും അതിനൊരു ഉണ്ടായിരിക്കാം, നമുക്ക് തള്ളിക്കളയാനൊക്കില്ല. പക്ഷേ ഇയാൾ ഈ കോളേജ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നതിനെ സംബന്ധിച്ച് വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്നു. ഇയാൾ അവിടെ വന്ന് ഇത്തരത്തിലുള്ള അറിയാമല്ലോ ഈ തീപ്പൊരി പ്രസംഗം എന്ന് വെച്ചാൽ ഇത്തരത്തിൽ വംശീയ സ്വഭാവമുള്ള പ്രസംഗം നടത്തുന്നതിനെതിരെ അവിടെ വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധം നടത്തുകയും 1000-ഓളം പേർ ഒപ്പിട്ട ഒരു ഭീമ ഹർജി യൂണിവേഴ്സിറ്റി അധികൃതർക്ക് കൊടുക്കുകയും ചെയ്തു. ഇയാളുടെ പ്രസംഗം അവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന തരത്തിൽ. പക്ഷേ യൂണിവേഴ്സിറ്റി എടുത്ത നിലപാട് അവിടെ ഈ സ്വതന്ത്ര അഭിപ്രായ പ്രകടനത്തിന് വിലക്കില്ല, അത്തരം കാര്യങ്ങളിൽ യൂണിവേഴ്സിറ്റി അതിനോടൊപ്പം നിൽക്കുന്നു തുടങ്ങിയ നിലപാടുകൾ പറഞ്ഞാണ് ഈ പ്രസംഗത്തിന് അനുമതി കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ പിന്നാലെയാണ് ഇത്തരത്തിലൊരു വെടിവെപ്പ് ഉണ്ടായത്. ഏതായാലും ട്രംപ് ഇയാളുടെ മരണത്തിൽ വലിയ ദുഃഖത്തിലാണ്. അനുശോചന പ്രമേയം അല്ലെങ്കിൽ അനുശോചന സന്ദേശം ഉടനടി ട്രംപ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി ഇതിലൊരു വിരോധാഭാസം കൂടിയുണ്ട്. കാരണം എന്ന് പറയുന്നത് ഇപ്പം ട്രംപ് ഒരു ഫ്രീ സ്പീച്ച് അനുകൂലകനും കൂടെയാണ്. അതായത് ഈ സ്വതന്ത്ര അഭിപ്രായ പ്രകടനത്തിൻ്റെ വെറുപ്പ് സംസാരിക്കാൻ അവകാശം വേണം. കാരണം സാമൂഹിക മാധ്യമങ്ങളിലാണെങ്കിൽ പോലും വെറുപ്പ് സംസാരിക്കുന്നതും ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്ന് പറയുന്ന ഒരു വാദമാണ്. അതെന്തായാലും അത് ഈ പറയുന്ന മരണപ്പെട്ട ആൾ ഒരു ചർച്ചയ്ക്ക് വെല്ലുവിളിക്കുന്നുണ്ട്. അതായത് എന്ത് തന്നെയാണെങ്കിലും എന്നെ ചർച്ച ചെയ്ത് എൻ്റെ ആശയത്തിനെ തോൽപ്പിക്കൂ എന്ന് അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട്. ചർച്ചയിൽ നിന്ന് അദ്ദേഹം ഒളിച്ചോടുന്നില്ല. അപ്പം ഇടതുപക്ഷം അവിടെ കാണിക്കുന്ന സ്വഭാവം എന്താണെന്ന് നോക്കുമ്പോൾ അത് ഒരുപക്ഷെ ഫാസിസ്റ്റിക് സ്വഭാവമാണെന്ന് പറയേണ്ടി വരും. കാരണം ഒന്ന്, അദ്ദേഹത്തിൻ്റെ സ്പീച്ച് അവിടെ നടക്കാൻ പാടില്ല എന്ന് പറയുന്ന സ്വഭാവം. രണ്ട് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു തോൽപ്പിക്കാൻ കഴിയാതെ അദ്ദേഹം അങ്ങനെ ഇത് പറയുമ്പോൾ ഡാറ്റ വെച്ച് ചലഞ്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇല്ല, ഇത്രയും ട്രാൻസ്ജെൻഡർമാരില്ല. അതിനു പകരം അദ്ദേഹത്തിന്റെ ശബ്ദം എന്നേക്കുമായി ഇല്ലാതാക്കുക എന്ന് പറയുന്നത് അതൊരു ഫാസിസ്റ്റ് രീതിയാണ്. അപ്പോൾ ഇവിടെ ഈ വലതുപക്ഷത്തിനെ എതിർക്കുമ്പോഴും ഇവർ ഈ കാണിക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ അമേരിക്കയുടെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ ഈ ആശയപരമായ എതിർപ്പുകൾക്കപ്പുറം ഗൺഫയറുകളാണ് നടക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അതായത് എതിരാളിയെ ഇല്ലാണ്ടാക്കുക, ശബ്ദം ഇല്ലാണ്ടാക്കുക. അപ്പോൾ ചില നഗരങ്ങൾ അതിൻ്റെ പേരിൽ കുപ്രസിദ്ധമാണ്. ഇത്തരത്തിൽ വെടിവെപ്പ് കേസുകൾ, അത് ലൂസിയാന, മിസിസിപ്പി, ന്യൂ മെക്സിക്കോ തുടങ്ങിയ നഗരങ്ങളൊക്കെ ഇത്തരം സംഭവങ്ങൾ വ്യാപകമായി നടക്കുന്നതാണ്. 2023 കണക്ക് മാത്രം അവിടെ ഈ ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം അടക്കം ഏതാണ്ട് 47,000 പേർ 2023 ഈ തോക്കിൻ്റെ ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. ഇനി 2016 പുറത്തു വന്ന ഒരു പഠന റിപ്പോർട്ടിൽ ലോകമെമ്പാടും നടന്ന മാസ് ഷൂട്ടിംഗ്, അതായത് ഒരാൾക്കൂട്ടത്തിന് നേരെ ഉതിർക്കുന്ന വെടി, അത്തരത്തിൽ 96 മുതൽ 2012 വരെ നടന്ന 292 സംഭവങ്ങളിൽ 90, അതായത് 3-1 അമേരിക്കയിൽ തന്നെ നടന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കാരണമുണ്ട്. ഈ അമേരിക്കയിൽ ഈ തോക്ക് കൈവശം വെക്കുക, അതിൻ്റെ ലൈസൻസ് സമ്പാദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിസാര നടപടിക്രമങ്ങൾ മാത്രമേ ഉള്ളൂ. കാര്യം പൈസയുള്ളവനെ ഒന്നിലധികം തോക്കുകൾ, അത് യന്ത്രത്തോക്കുകളടക്കം കൈവശം വെക്കാൻ ഉള്ള എന്താ പറയുക ഒരു സാധ്യത തുറന്നു കിട്ടും. ഒരുപാട് ഭരണകർത്താക്കൾ, ഇപ്പോൾ ബിൽ ക്ലിൻ്റൺ, അതേപോലെ റൊണാൾഡ് റീഗൻ, ബരാക് ഒബാമ, ജോ ബൈഡൻ, ഇവരുടെയൊക്കെ ഭരണകാലത്ത് ഇതിനെതിരെ ഈ നിരന്തരം ഇത്തരം സംഭവങ്ങൾ, സ്കൂളിൽ പോലും വിദ്യാർത്ഥികൾ രക്ഷിതാക്കളുടെ തോക്കെടുത്തുകൊണ്ടുവന്ന് സഹപാഠികളെ വെടിവെച്ച് കൊല്ലുന്ന സംഭവങ്ങൾ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ തോക്ക് കൈവശം വെക്കുന്നതിനൊക്കെ കടുത്ത നിയന്ത്രണം ഈ ഭരണകർത്താക്കളുടെ കീഴിൽ കൊണ്ടുവന്നു. പക്ഷേ അവർക്ക് ഇത്തരത്തിൽ വലിയ എതിർപ്പ് കാര്യം ഈ ധനാഢ്യന്മാർ അവരുടെ എന്താ പറയുക ആർമറി പോലും സ്വന്തമായിട്ടുണ്ട്, സ്വന്തം എന്താ പറയുക പടക്കോപ്പുകൾ പോലും സ്വന്തമായിട്ടുള്ള ധനാഢ്യന്മാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ വെറുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു നിലപാടുമായിട്ട് ഭരണകൂടത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ട്രംപ് തന്നെ അധികാരത്തിൽ വന്നപ്പോൾ ഇതൊക്കെ കുറേ ഉദാരമാക്കിക്കൊണ്ടാണ് അദ്ദേഹം നിലപാടെടുത്തത്. അപ്പോൾ ഇത് ഈ സമ്പന്നരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഇടപാട് നടത്തുമ്പോൾ ഈ മാനസിക വൈകല്യമുള്ള പലരുടെയും കയ്യിൽ ഈ തോക്ക് നിസ്സാരമായ നിയമം കാണില്ലേ തോക്ക് കിട്ടാതിരിക്കാൻ? അല്ല, അത്തരത്തിൽ നമ്മുടെ ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുമ്പോഴുള്ള നമ്മുടെ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇദ്ദേഹം ഇപ്പോൾ ഒരു തോക്ക് കൈവശമാക്കുന്നയാളുടെ മാനസിക നില തൃപ്തികരമായിരിക്കണം തുടങ്ങിയ ചട്ടങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ ഉണ്ടല്ല. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഓരോ സ്റ്റേറ്റുകളിലും വ്യത്യസ്തമാണ്. 50 സ്റ്റേറ്റുകൾ ചേർന്നാണല്ലോ അമേരിക്ക. ഇതിലൊരു യൂണിഫോം ആയിട്ടുള്ളൊരു നിയമമോ നിയന്ത്രണമോ ഇല്ല. ഓരോ സ്റ്റേറ്റുകൾക്കും ഓരോ നിയമമാണ് ഈ തോക്ക് ലൈസൻസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതൊരു ന്യൂനതയാണ്, പ്രധാന ന്യൂനതയാണ്. പക്ഷെ അതിനെ സമഗ്രമായി അതിനെ നിയന്ത്രിക്കാനായിട്ടുള്ള യാതൊന്നും അമേരിക്കയിൽ പൊതുവായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഈ പറയുന്നത് പോലെ ഇപ്പോൾ മാതാപിതാക്കളോ മറ്റോ കൈവശം വെച്ചിരിക്കുന്ന തോക്ക് മറ്റൊരാൾ എടുത്തുകൊണ്ട് പോയാൽ എന്ത് ചെയ്യാനൊക്കും?
അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ സ്കൂളുകളിലും കോളേജുകളിലും നടക്കുന്ന വെടിവെപ്പിന്റെ പ്രശ്നം അതാണ്. ഈ വെടിവെക്കുന്ന ആൾക്ക് അതിന്റെ ലൈസൻസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഈ ആയുധങ്ങൾ അവർക്ക് കിട്ടാൻ ഈസി ആക്സസ് ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇപ്പോൾ ഇവിടെയും ഇയാൾക്കെതിരെ നടന്ന വെടിവെപ്പിന്റെ പിന്നാമ്പുറം എന്താണെന്നുള്ളത് നമുക്കിപ്പോഴും അറിവില്ല. ഈ വെടിവെച്ച ആളെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് പോലീസ് അധികൃതർ പറഞ്ഞത്. അയാളുടെ ഐഡന്റിറ്റി പോലും ഇപ്പോൾ വെളിയിൽ വിട്ടിട്ടില്ല.